ഓച്ചിറ ഉപ്പൂപ്പ എന്ന പേരിൽ അറിയപ്പെടുന്ന, അതല്ലെങ്കിൽ തമിഴ്നാട്ടുകാരനായിട്ട് അറിയപ്പെടുന്ന കുപ്പസ്വാമി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു മനുഷ്യനെ ഇന്നലെ പരിചയപ്പെടുത്തിയില്ലേ? നിങ്ങളെ പേരെന്താ പറഞ്ഞു? എന്റെ പേര് നഫീസ ബീവി. അല്ല, അദ്ദേഹം എവിടെയാണ് ജനിച്ചത്? ജനിച്ചത് ചെങ്കോട്ട, തമിഴ്നാട്ടിൽ. വസ്ത്രം വലുതായിട്ട് ധരിക്കത്തില്ല. പിന്നെ വലിയ തണുപ്പൊക്കെ വരുമ്പോഴത്തേക്ക് ഞാൻ ദിവസവും തുണിയൊക്കെ ചുറ്റി കൊടുക്കുന്നത്. പിന്നെ ജീവിതത്തിൽ ആദ്യം എങ്ങാണ്ട് ചെറുപ്രായത്തിലെങ്ങാണ്ട് ഉടുത്തിരുന്ന തുണിയാണ് മുൻവശത്ത് കഷണങ്ങളായിട്ട് മുറിച്ചിങ്ങനെ തൂങ്ങി കിടപ്പുണ്ട്. തോരൻ തൂക്കിയം തോരണം അരെ കെട്ടിയിരുന്ന അരെ ഉടുത്തിരുന്നതാ. അത് കീറി 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 കഷ്ണങ്ങളായി എന്നിങ്ങനെ പല കഷ്ണങ്ങളായി മുഷിഞ്ഞിട്ട് അതൊക്കെ ഞങ്ങളിവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. മയ്യത്തിൽ നിന്ന് വെട്ടിയെടുത്ത് സൂക്ഷിച്ചിട്ടുണ്ട്. കറാമത്തുകളെന്ന് വെച്ചാൽ ഇദ്ദേഹം പിന്നെ ഒന്നും വെളിയിലോട്ട് അറിയിക്കത്തില്ല. അങ്ങനെയാ കറാമത്തുകൾ ഒന്നും. അദ്ദേഹത്തിന്റെ പേരെന്തായിരുന്നു പറഞ്ഞു? നീ എന്നെ ഉപ്പാന്ന് വിളിക്കരുത്, ഉപ്പാന്ന് വിളിക്കരുത്, എന്നെ ബാവാണ്ട് വിളിച്ചേക്കണം, ബാവാണ്ട് വിളിച്ചേക്കണം എന്ന് പറഞ്ഞു. അതെന്തോ അർത്ഥത്തിലാണെന്ന് എനിക്ക് അറിയത്തില്ല. ഉപ്പാന്ന് നാട്ടുകാർ വിളിക്കുന്ന പോലെ ഞാനും ഉപ്പാന്ന് വിളിച്ചു. അവരെന്താ ഇദ്ദേഹത്തെ വിളിക്കുക? ആര് ഓച്ചറ ഉപ്പാന്ന് വിളിക്കും? അല്ല, പിന്നെ മുസ്ലിങ്ങള് എന്താ? മുസ്ലിങ്ങളെ ഓച്ചറ ഉപ്പാന്ന് വിളിക്കുന്നത്, ഹിന്ദുക്കളും അങ്ങനെ വിളിക്കുന്നത്. പിന്നെ അവരൊരു ഇതിട്ട് കുപ്പസ്വാമി, അത് അദ്ദേഹത്തിന് കേട്ടൂടാ. നമസ്കാരം, നോമ്പ്, കാര്യമായ ഈ വിഷയങ്ങളിലെല്ലാം അദ്ദേഹത്തിന്റെ നോമ്പ്. പിന്നെ അദ്ദേഹം നോമ്പ് പിടിക്കുമായിരിക്കും, പക്ഷെ നമുക്കതിനെ പറ്റി അറിയില്ലെന്ന് വെച്ചാലേ നമ്മൾ ആഹാരം കൊണ്ടുവന്ന് അവിടെ വിൽക്കുന്നതല്ലാതെ അദ്ദേഹം അന്ന് നമ്മൾ വിൽക്കുമ്പോൾ കഴിക്കത്തില്ല. ചിലപ്പോഴേ കഴിക്കും. നമസ്കരിക്കുന്ന കണ്ടിട്ടുണ്ട്. അത് ആ രീതി എതിർത്താലും പല ആവർത്തി നമസ്കരിക്കുന്ന, അങ്ങനെ സുബടിക്ക് നമസ്കരിക്കുന്നുണ്ട്. പക്ഷേ കിബിലായിക്ക് നേരെ അല്ലെന്ന് ചോദിക്കും. വടക്കോട്ടാണെങ്കിൽ വടക്കോട്ട് നിന്ന് നമസ്കരിക്കുക. ഇപ്പൊ അദ്ദേഹം ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അവിടോട്ട് നിന്ന് നമസ്കരിക്കുക, ഇവിടെ ആണെങ്കിൽ ഇവിടെ ഇരുന്ന് നമസ്കരിക്കുക. ഈ പകലെങ്ങും മറ്റുള്ളവർ കാണുക ഞാൻ 2-3 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. മൂത്ര വിസർജനം എല്ലാം ഇരിക്കുന്നിടത്ത് തന്നെ നമ്മളെടുത്ത് മാറ്റുക. അത് നല്ല ആരോഗ്യത്തെ ഇരിക്കുമ്പോഴും അത് തന്നെ മലമൂത്ര വിസർജനമില്ല. വെള്ളത്തിന്റെ ഒരു പരിപാടിയില്ല. പിന്നീട് മരണത്തിന്റെ ശേഷം എന്റെ ഒരു 2ാമത്തെ മകനുണ്ട്, ഇപ്പം ഗൾഫിൽ പോയതെന്ന് പറയും. ആ പയ്യൻ സ്കൂട്ടറുമായിട്ട് ഈ പള്ളികളിലെല്ലാം പോയി 2 പേരെ ഓതാൻ വിട്ടിരണമെന്ന് പറയും. അതാണ് ഏറെ സങ്കടമായത്. ഇവിടെ എല്ലാം പോയി എൻ്റെ മോൻ രാത്രിയിൽ പോയപ്പോ ഒറ്റ പള്ളിയിൽ നിന്ന് ആൾക്കാരെ വിട്ടില്ല. ആളില്ലെന്ന് പറഞ്ഞു. ഇവിടെ ഓതാൻ വേണം ആളില്ലെന്ന് പറഞ്ഞു. പിന്നീട് നേരം വെളുത്തപ്പോ അന്നേരം പറഞ്ഞു, നിങ്ങളാരും വരണ്ട, നിങ്ങൾ ഒരുത്തരും വരണ്ട, ഞങ്ങൾക്കറിയാവുന്ന രീതിയിൽ നിങ്ങളത് പോയിക്കളെ, ഞങ്ങൾക്ക് യാസീൻ ഓതാൻ അറിയാം. മാൻ പറയാ അടുത്ത്, ഞങ്ങൾക്ക് യാസീൻ ഓതാനൊക്കെ അറിയാം, യാസീൻ ഓടിക്കോളാം, നിങ്ങളാരും വരണ്ട. അങ്ങനെ തഴഞ്ഞ രീതിയിൽ ഇവിടുത്തെ ജനവർഷം അങ്ങോട്ട് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും മണ്ണുള്ളിയിട്ടാ താഴാത്ത ജനമാണ് ഇവിടെ വന്ന് തിങ്ങിയത്. അപ്പോഴാണ് ഇവരൊക്കെ അങ്ങോട്ട് ഉയർച്ച തലപൊട്ടി. ഇത്രയും ജനം ഇങ്ങനെ വരാമെങ്കിൽ ഇനി ശേഷം എന്തായിരിക്കും ഇവിടെ എന്നുള്ള ഇത് കണ്ടുകൊണ്ട് പോലീസ് ഒന്ന് നിയന്ത്രിച്ച ജനങ്ങളെ ഇങ്ങോട്ട് വിട്ടത്. 2 വണ്ടി പോലീസ് വന്ന ജനങ്ങളെ ഇങ്ങോട്ട് കയറ്റി വിട്ടത്. ജനപ്പെരുപ്പം കണ്ടപ്പോ പള്ളിക്കാർക്കൊക്കെ ഒരു ബഹളം, മയ്യത്ത് കിട്ടിയതുള്ള. എന്നിട്ട് രഹസ്യമായി ചില പള്ളിക്കാർ വന്നേച്ച് ഇവിടെ കൊടുക്കല്ലേ ഞങ്ങൾക്കാണ്. എന്നിട്ട് ഇവിടെ മയ്യത്തിറങ്ങുന്ന പള്ളി അല്ലല്ലോ, എന്നിട്ട് ഇവിടെ ആർക്കും പ്രതീക്ഷയില്ല ഇവിടെ അടക്കുമെന്ന്. പിന്നീട് ഇവിടുന്ന് ജനം ഇങ്ങോട്ട് വന്നു. അന്ന് നമുക്ക് ഒരു സംസാരിച്ച തരത്തില്ലെന്ന് പറഞ്ഞു. ഇങ്ങോട്ട് തരത്തില്ല, അദ്ദേഹം ചെയ്തതുപോലെ വസിയത്ത് ചെയ്ത പോലെ ഞങ്ങൾ ഇവിടെ അടക്കും, അല്ലെങ്കിൽ വീട്ടിൻ്റെ ഉള്ളിൽ അടക്കും. അന്നേരം പിന്നെ ജനങ്ങളുടെ ഈ തർക്കം കണ്ടപ്പോൾ ഞങ്ങൾ ഇതിലങ്ങ് അടക്കാമെന്ന് വിചാരിച്ചു. കേട്ട് ഇത് അദ്ദേഹത്തിന് വേണ്ടി കൊടുക്കാം, എന്തെങ്കിലും വരുമാനം ഉണ്ടെങ്കിൽ യതീമായ കുഞ്ഞുങ്ങളെ നമ്മൾ വിവാഹം കഴിച്ച് കിട്ടുന്നതനുസരിച്ച് വിവാഹിതരാക്കി വിടാമെന്ന് വിചാരിച്ചു. പക്ഷെ ഇവർ അത് ദുഷ്ചിന്തയോടെ ഇവർ പിടിച്ചു വരച്ചെടുത്തുകൊണ്ട് പോകാൻ ശ്രമിച്ചു.
അയാൾ വലിയായിട്ടല്ലേ ഇപ്പൊ കൊണ്ടു നടക്കുന്നത്? വലിയുല്ലാഹി എന്ന പേരല്ലേ കാന്തപുരം അയാൾക്ക് നൽകിയത്? അയാളുടെ ജാറമല്ലേ കാന്തപുരം ഉദ്ഘാടനം ചെയ്തത്? അതേപോലെ തന്നെയുള്ള പ്രവർത്തനങ്ങൾക്കല്ലേ ഇവർ പരസ്യം നൽകുന്നത്?